ഫിലിപ്പ് സാറിന്റെ വൈഫിനെ ഒരു 3-4 കൊല്ലമായിട്ട് നിങ്ങളുടെ കൂടെയല്ലേ താമസിക്കുന്നത്? എന്റെ കൂടെയാണ്, ഞങ്ങള് ലിവിംഗ് ടുഗദറായിട്ട് കഴിയുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവര് ഡിവോഴ്സ് ആയ സ്ത്രീ അല്ലേ 2020? അതെ ഡിവോഴ്സ് ആണ് അവര്. അതുകൊണ്ടാണ് എന്റെ കൂടെ നിർത്തിയാണ്. ഓഹോ, ഡിവോഴ്സിന് മുമ്പ് നിർത്തിയാണോ ഡിവോഴ്സ് കഴിഞ്ഞ് നിർത്തിയാണോ അവരെ? ഡിവോഴ്സിന് ശേഷമാണ്. ഡിവോഴ്സിന് മുമ്പ് 4 കൊല്ലം. ഫിലിപ്പ് മമ്പാടിന്റെ ഭാര്യയായിരുന്ന ആ സ്ത്രീയെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവരും അവരുടെ മകളും കൂടെ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഞാനും എടുത്ത് റിയാക്ട് ചെയ്തതാണ്. ഒരു സ്ത്രീയാണ്. അവരുടെ ആ പൂങ്കണ്ണീര് കണ്ടപ്പോൾ ഞാനും അതിലൊന്ന് വീണുപോയി. ഞാനും അയ്യോ പാവം സ്ത്രീ എന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ വെറും നാടകമായിരുന്നു. അവര് ചെറിയ ടീമൊന്നും അല്ല, ചുന്ദരി കോതയാ ചേച്ചി എന്നറിയാൻ സാധിച്ചേ. ഫിലിപ്പിനെ പറ്റി ഇപ്പോഴും ഞാൻ ഒരു വാക്ക് പോലും പറയുന്നില്ല. ഇപ്പോഴും ഞാൻ കല്ലം കൊണ്ട് എറിയുന്നില്ല അവനെ എറിയാൻ. കാരണം വേറൊന്നുമല്ല, തെളിവുകളില്ല നമ്മുടെ കയ്യിൽ. തെളിവില്ലാതെ കല്ലെറിയാൻ നിൽക്കുന്നില്ല. ഒരുപാട് കഥകൾ ഞാനും കേട്ടിട്ടുണ്ട് ഈ ഫിലിപ്പിൻ്റെ. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ചില യൂട്യൂബേഴ്സിൻ്റെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടു. അളിയ പല ആളുകളും വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്താ, തെളിവുകളില്ലാതെ ഇവിടെ ഇരുന്ന് കല്ലെറിയാൻ പോയ പ്രിയപ്പെട്ടവരെ, പുള്ളിയെ കല്ലെറിയാൻ കമന്റ് ബോക്സിൽ വരുന്ന ആളുകളില്ലേ, അവരൊന്നും നാളെ നമുക്ക് സപ്പോർട്ട് കാണത്തില്ല. മനസ്സിലായോ? ഞാൻ ഒറ്റയ്ക്ക് തൂകണ്ട വരും തെളിവില്ലാതെ വല്ലതും പറഞ്ഞ. അതുകൊണ്ടാണ് കല്ല് പെറുക്കാത്തത് പുള്ളിയെ എറിയാൻ. എന്നാൽ ഇപ്പോ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ, പുള്ളിയുടെ കൂടെയുണ്ട്, കുടുംബം കൂടെയുണ്ട് എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ആ ചാനലിൽ സംസാരിച്ച പുള്ളിയുടെ ഭാര്യയെ പറ്റി നല്ല ഒന്നാന്തരം തെളിവുകളോടുകൂടി തന്നെ കഥകൾ ഇവിടെ കിട്ടിയിട്ടുണ്ടേ. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ചില ആളുകൾ പറയും, എടാ നീ എവിടെങ്കിലും ഒരിടത്ത് നിൽക്കടാ. പറ്റത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല. തെളിവില്ലാതെ അവിടെയും ഇവിടെയും, മനസ്സിലായോ, ഏതെങ്കിലും ഒരിടത്ത് പോയി ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല. തെളിവ് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ എനിക്ക് കല്ലെറിയാം. അതിപ്പം ആ സ്ത്രീയെ ആണെങ്കിലും കല്ലെറിയാം, ഫിലിപ്പിനെ ആണെങ്കിലും കല്ലെറിയാം. അതല്ലാതെ കല്ലെറിയാൻ പറ്റത്തില്ല. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇരുന്ന് പറഞ്ഞാൽ മതി, കല്ലെറി അവൻ കള്ളനാന്ന്. ഇവിടെ നിന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ തൂങ്ങണ്ട ഞാനാ. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടേ. നമ്മുടെ തെളിവില്ല. പക്ഷെ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ സ്ത്രീക്കെതിരെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഒരു യൂട്യൂബർ, ഒരു വ്യക്തി ഇന്നലെ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ ലേഡി ഇവര് ഡിവേഴ്സ്ഡ് ആണ്. ഫിലിപ്പുമായിട്ട് 3-4 വർഷമായിട്ട് ഡിവേഴ്സ്ഡ് ആയിട്ട് ലിവിങ്ങിലാണ്. അപ്പൊ ഇവർ ഈ പറയുന്നത് ഈ ഒരു സാധനം നിങ്ങൾ കേട്ടോണേ. ഇവർ കഴിഞ്ഞ ദിവസം ആ ഒരു ചാനലിൽ പറഞ്ഞാണ്. അതിനുശേഷം വളരെ 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 പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ കേൾപ്പിക്കാനുണ്ട്. അതിനു മുമ്പേ ഈ സാധനം മാത്രം ഒന്ന് നിങ്ങൾ കേട്ടോണേ. വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. കള്ളി എന്ന് വിളിച്ചാൽ മതിയോ സ്ത്രീയെ നിങ്ങളെ? കള്ളി എന്ന് ശരിക്കുള്ള കള്ളികൾക്ക് നാണക്കേടായി പോവും. കാരണം നിങ്ങളെ കള്ളി എന്നല്ല വിളിക്കേണ്ടത്. എങ്ങനെ പറ്റുന്നു നിങ്ങൾക്ക് ഇത് പറയാൻ? എങ്ങനെ പറ്റുന്നു? വർഷങ്ങളായി ഡിവേഴ്സ്ഡ് ആയിട്ട് രണ്ടുപേരും തമ്മിൽ. ഇവരിപ്പോ വേറൊരുത്തനുമായിട്ട്, വേറൊരു പാവം ചേട്ടൻ, അയ്യോ അയാളുടെ ഒരു അവസ്ഥ. ചേച്ചിക്ക് ബിസിനസ്സാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഈ ഒരു ചാനലിൽ തന്നെ ഈ സംസാരത്തിന്റെ ഇടയ്ക്ക് ബിസിനസ്സാന്ന്, ഇടയ്ക്ക് ബിസിനസിന്റെ കാര്യത്തിന് പോയിട്ട് വരാറേ ഉള്ളത്. എന്താ ബിസിനസ്? പശു വളർത്തല്. അത് 4 പശുവിനെ കറക്കണം പോയിട്ട്. അതാണ് ചേച്ചിയുടെ ബിസിനസ്. ചേച്ചി സൂപ്പറായിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഞാൻ പറഞ്ഞ ഈ തേത്തി ഉണ്ടല്ലോ, ഈ തേത്തിയുടെ ഇപ്പോഴത്തെ കൂടെ താമസിക്കുന്ന ലിവിങ് ടുഗദറിലെ ആ പാവപ്പെട്ട മനുഷ്യൻ, അയാൾ വേറൊരു യൂട്യൂബറിനോട് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കാം. അത് മൊത്തം നിങ്ങൾ കേൾക്ക്. അത് കഴിയുമ്പോഴത്തേക്ക് വേറെ ഒരു പ്രധാനപ്പെട്ട സാധനം കാണിക്കാനും കേൾപ്പിക്കാനും ഉണ്ട്. അതിന് മുമ്പ് ഇതൊന്ന് കേട്ടു തുടങ്ങിക്കോ, എന്നിട്ട് ബാക്കി പറയാം. ഡിവോഴ്സിനുള്ള കാര്യം എന്താണ് ചേട്ടാ? ഡിവോഴ്സ് ആണ് അവരുടെ ഫാമിലി പ്രോബ്ലം തന്നെയാണ്. ഫിലിപ്പ് കുടുംബം നോക്കുന്നില്ല, പിള്ളേരെ നോക്കുന്നില്ല, അങ്ങനെ ആണ്. പക്ഷെ ഇപ്പൊ ഈ ചേച്ചി ഓടി പുള്ളിയുടെ ഇതിനൊക്കെ പോയി ചില വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ അറിവോട് വേണം, നിങ്ങളുടെ വീട്ടിലെ സംരക്ഷണം നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ പോണത് ശരിയാണോ? അതെന്താ വെച്ചാല് അത് പോയത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പിള്ളേരുടെ അപ്പനാണല്ലോ. പിള്ളേരുടെ അപ്പനായതുകൊണ്ട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ്, പിള്ളേരുടെ അപ്പൻ എന്ന നിലയ്ക്ക്. പക്ഷെ അവർ വീഡിയോയിലൊക്കെ പറയുന്നത് അവര് ഒരുമിച്ച് പുള്ളിയുടെ കൂടെ തന്നെയാണ് താമസം വർഷങ്ങളായിട്ടെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് അവരെ കൊണ്ട് ആരെ പറയിപ്പിക്കുന്നതാണ്.
അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ? വീഡിയോ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്കറിയാം അത് അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ച് നോക്കാന്നുള്ള വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതാണ്. ആണോ? ഈ ചേച്ചിക്ക് എന്താ ബിസിനസ് ആണെന്ന് പറയുന്നുണ്ടല്ലോ ചേട്ടാ? ബിസിനസ് എന്ന് പറയുന്നുണ്ട്. എന്ത് ബിസിനസ്സാ നിങ്ങളുടെ അവിടെ വന്ന് ചെയ്യുന്നത്, താമസിക്കുന്ന സ്ഥലത്ത്? എന്ത് ഇല്ല, ബിസിനസ് ഒന്നുമല്ല. ഞങ്ങളിവിടെ പശു വളർത്തുന്നുണ്ട്. ഞങ്ങൾ 3-4 പശുവിനെയൊക്കെ വളർത്തി ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. പിന്നെ പശുവിനെ വളർത്തിയ സന്തോഷമല്ലേ ചേട്ടാ? അത് നല്ല കാര്യമല്ല. നമ്മള് ഗോമാതാവല്ലേ അത്? അതെ, തീർച്ചയായിട്ടും സംതൃപ്തരാണ്, കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് ഓടിപ്പോയപ്പോ അത് ഭയങ്കര നാണക്കേടായല്ലോ ചേട്ടന് ഇങ്ങനെ കാണിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ, എന്താ പറയാ. എന്റെ പൊന്ന് ചേച്ചി, നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിലിപ്പിനെ ഇട്ടിട്ട് പോയി 4 വർഷമായില്ലേ? വേറൊരു പാവം മനുഷ്യനുമായിട്ടല്ലേ കുറച്ചല്ല വർഷങ്ങളായിട്ട്. ആ പാവം മനുഷ്യനെങ്കിലും തേക്കാതിരിക്കും. ഓക്കെ, ആ മനുഷ്യനും ഇപ്പൊ നാണക്കേടാ. നിങ്ങൾ ഈ ചാനലിൽ വന്നിരുന്ന് വലിയ വലിയ കഥകൾ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒന്നിച്ചാ, ഇടക്കിടക്ക് ബിസിനസിന്റെ കാര്യം മാത്രം കേൾക്കുന്ന ആ മനുഷ്യനെ അറിയാവുന്നവരെന്തോ വിചാരിക്കുന്നത്? ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. ആ മനുഷ്യനെ അറിയാവുന്നവരെന്താ വിചാരിക്കുന്നത്? പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഈ ചേച്ചിയെ കൊണ്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ വലിയ വലിയ ഹോട്ടലുകളിൽ പോകുന്നു. എല്ലാവരും കാണുന്നതല്ലേ, അടുത്ത് മൊത്തം പരിചയക്കാര്. അവരൊക്കെ ഈ വാർത്തയിൽ ഇത് കേൾക്കുമ്പോൾ ബിസിനസ്സിന് വേണ്ടി പോകുന്നതാണ് ഇടക്കിടക്ക്. എന്ത് ബിസിനസ്? എന്താ നിങ്ങൾ തന്നെ നിങ്ങളുടെ വിലയുണ്ടല്ലോ, നല്ല ഒന്നും പറയുന്നില്ല എന്ത് വിലയാന്ന് പിടികിട്ടിയല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ വീഡിയോ കാണുന്നവരോട് ഞാൻ വീണ്ടും, നിങ്ങളോട് ദേഷ്യം കൊണ്ടല്ലേ ഞാൻ നേരത്തെ ആ സാധനം പറഞ്ഞത്. ഏത് കമന്റ് ബോക്സിൽ പറയുന്നത് അതേപോലെ അതുകൊണ്ടൊന്നും അല്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരാളെ കുറ്റക്കാരനെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞവനെ കല്ലെറിയണമെങ്കിൽ, പ്രത്യേകിച്ച് കമന്റ് എഴുതിയിടുന്ന പോലെ അല്ല, നമ്മളൊരു വീഡിയോ പ്രൂഫാ. ഇതിനകത്ത് ഇരുന്നിട്ട് ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ തൂങ്ങണ്ട വരും. മനസ്സിലായോ? ചെറിയ കാര്യമൊന്നും അല്ല. ഇതിൻ്റെയൊക്കെ പുറകെ ഓടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാ. തെളിവ് വരട്ടെ. കോടതി അവൻ കുറ്റക്കാരനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഞാൻ അങ്ങോട്ട് ചെയ്യും. അവനെ അങ്ങോട്ട് ആ സാധനം ഞാൻ ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പൊ ഈ ചേച്ചിക്കെതിരെ വന്ന ഈ ഫിലിപ്പ് എന്ന് പറയുന്നവനെ, അവനെ മറ്റേ കേസ് കൊടുത്ത്, മറ്റേ കേസ് വക്കീലിനെ സെറ്റാക്കി അവനെ ഇറക്കാൻ വേണ്ടി കുടുംബം എന്നൊക്കെ പറഞ്ഞ് വന്ന ചേച്ചി, ആ ചേച്ചിക്കെതിരെ പ്രോപ്പറായിട്ടുള്ള തെളിവ് കിട്ടി. അപ്പൊ നമുക്ക് അങ്ങോട്ട് വലിച്ചു കീറാ അവരെ. അതേപോലെ അവനെതിരെ തെളിവ് വരട്ടെ. പിടികിട്ടിയോ? ഇപ്പം അവനെതിരെ കേസ് കൊടുത്ത ആ പെൺകുട്ടി, അവരുടെ ഭാഗത്തുനിന്ന് പറ്റത്തില്ല, അറിയാലോ, ഏജ്, പ്രായം. പക്ഷെ അതല്ലാതെ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ പലതും ഇങ്ങനെ പറയുന്നുണ്ട് ഇയാളെ പറ്റിയിട്ട്. അവരാരെങ്കിലും മുന്നോട്ട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വലിച്ചു കീറാം. അതല്ലാതെ അവരെന്നോട് ഇത് പറഞ്ഞു, ഇവരെന്നോട് ഇത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല, അങ്ങനെ ആരും ഒരു റിയാക്ഷൻ ചാനലുകാരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചെറുതൊന്നും അല്ല, വലിയ പൊല്ലാപ്പാ. പക്ഷെ ഇതിന്റെ പേരിൽ പൊല്ലാപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ നോക്കിക്കോളാം. കാരണം തെമ്മാടിത്തരമല്ലേ ഈ ചേച്ചി കാണിച്ചത്. പോട്ടെ, ഇവരെ കൊണ്ട് ഇവരുടെ വിഷ്വൽസ് പുറത്തു വിട്ട ആ ചാനലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർ ഈ കഥയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നൊന്ന് തിരക്കായിരുന്നല്ലോ. ബാക്കി കേക്ക് ചേച്ചി തീർന്നു കേട്ടാ. ഫിലിപ്പിന്റെ കാര്യത്തിൽ ഇനിയും ഏതാണ്ടൊക്കെ ഗോപി വരയ്ക്കാം. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇച്ചിരിയെങ്കിലും പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇനി നോക്കും, സൂക്ഷിക്കും. പുള്ളിയെ പറ്റി ഇങ്ങനെ കഥ കേൾക്കുന്നു, കുടുംബം ഇങ്ങനെ വന്നിട്ട് ആദ്യമേ നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ട് കരഞ്ഞു കൂവിയിട്ട് ഇപ്പം നോക്കുമ്പോഴത്തേക്ക് അവർക്ക് വേറെ സെറ്റപ്പ്. അയാളൊരു പാവം മനുഷ്യൻ വന്നിട്ട് കരഞ്ഞു കൂവുക. ബാക്കി കേക്ക്. ഈ മകളും, ഈ പറയുന്ന മകളും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈ മകൾ ആദ്യം അച്ഛനെ കാണത്തില്ലാത്ത ഒരാളാന്നൊക്കെ ഞാൻ കേട്ടത്. ശരിയാണോ? അങ്ങനെ ഉള്ളതാണോ ഈ മകള്? ഇവര് പിന്നെ അമ്മയും മക്കളും ഫിലിപ്പുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റും ഉള്ളതല്ല. പിന്നെ മകൻ മാത്രമേ ഉള്ളൂ. കാരണം ഫിലിപ്പിന്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അമ്മയ്ക്ക് നോക്കാനും പറ്റാനായിട്ട് മകൻ പോകും. മകള് പോകാറില്ല, അവരെ കാണാനും പോകാറില്ലായിരുന്നു. അവര് വേറെ താമസിക്കുന്നത്. ഈ ചേച്ചി പേര് മാറ്റിയതായിരുന്നല്ലോ, ഡോളി എന്നല്ലായിരുന്നു ആദ്യത്തെ പേര്. ഇവര് പിന്നെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് പേര് മാറ്റിയിട്ടല്ലേ ഇപ്പം എസ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു പേരിലോട്ട് മാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ പേരൊക്കെ മാറ്റിയത്. ഇപ്പൊ ആധാർ കിടക്കുന്ന ചേട്ടന്റെ വീടിന്റെ അഡ്രസ് ആണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് ചേട്ടൻ നമ്പർ തപ്പി എടുത്തത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലോട്ടല്ല അഡ്രസ് കിടക്കുന്നത്, ഈ അഡ്രസ് ആധാർ എന്റെ കൂടെ താമസിക്കുന്നതുകൊണ്ട് കെയർ ഓഫ് വന്നിരിക്കുന്നത്. എന്റെ കൂടെ വന്നതിന് ശേഷമാണ് അഡ്രസ് മാറ്റിയത്. അതിപ്പോ കെയർ ഓഫ് ആണ്. ഇപ്പൊ എന്റെ വൈഫിന്റെതും കെയർ ഓഫ് ഇപ്പൊ വൈഫ് ഓഫ് എന്നൊന്നും ഇല്ല ആധാറിനകത്ത്. ഇപ്പൊ പുതിയത് കെയർ ഓഫ് എന്നാ വരുന്നത്. വൈഫ് ഓഫ് ഡോട്ടർ ഓഫ് അങ്ങനെയൊന്നുമില്ല, കെയർ ഓഫ് എന്നാ വരാറുള്ളൂ. അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല, 3-4 കൊല്ലമായിട്ട് ചേട്ടൻ്റെ കൂടെ ഉള്ള ആളാണ് ഇപ്പൊ പുള്ളിക്കാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ് പോകുന്നത് അല്ലേ?
അതെ അതെ, അത് അവരെ കൊണ്ട് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്തോ ആ പാവം മനുഷ്യൻ, ഈ സംസാരിക്കുന്ന ആ മനുഷ്യനെ, അവരിപ്പം ഒരാളുടെ നിൽക്കുക എന്ന് പറഞ്ഞില്ല, ആ മനുഷ്യന്റെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു അയാൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ ആ സ്ത്രീയെ. പുള്ളി ഇപ്പോഴും അവരെ സപ്പോർട്ട് ഒരു രീതിയിൽ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് ആരുടെയോ സമ്മർദ്ദത്താലാണ് അവളത് പറഞ്ഞത്, ആ രീതിയിലൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. പക്ഷെ പറഞ്ഞത് തെറ്റാണ്. അതായത് 4 വർഷമായിട്ട് അവർ തമ്മിൽ യാതൊരു ഡിവോഴ്സ്ഡ് ഒക്കെ ആയതാണ്. തെളിവ് ഞാൻ പറഞ്ഞല്ലോ, ഈ യൂട്യൂബർ കുറച്ച് തെളിവ് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഇമോജിയൊക്കെ വെച്ചിട്ട് അത് എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ യൂട്യൂബില് നമുക്ക് വേറൊരാളുടെ പാസ്പോർട്ടോ പാൻ കാർഡോ ഈ ഐഡന്റിറ്റി പ്രൂഫ് ഒന്നും കാണിക്കാൻ പറ്റില്ല. അതെനിക്കറിയാം, അത് നമുക്ക് യൂട്യൂബിന്റെ തന്നെ വയലേഷൻ അടിച്ച് ദൂരെ കളയും യൂട്യൂബ്. പക്ഷേ ഈ ഡിവോഴ്സ് പേപ്പേഴ്സ് എനിക്കറിയില്ല, ചിലപ്പം നിയമപരമായിട്ട് തെറ്റായിരിക്കാം, അതും എനിക്ക് തോന്നുകയാണെന്ന്. സോ അതുകൊണ്ടായിരിക്കാം ആ പുള്ളി, ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ ഞാൻ എടുത്ത ആ ഒരു ചാനലിൽ ആ വ്യക്തി അത് മറച്ചു വെച്ചാണ്. പക്ഷെ പുള്ളി പറയുന്നുണ്ട് പുള്ളിയുടെ ഇനിയും തെളിവുകളുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്, പ്രത്യേകിച്ച് ഈ സ്ത്രീക്കെതിരെ. അതുപോലെ തന്നെ ഫിലിപ്പിനെതിരെയും തെളിവുകളുണ്ട് എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട്. ആ ഒരു പോയിന്റിലാണ് ഞാനും വരട്ടെ, ആ തെളിവും കൂടെ പുറത്തേക്ക് വരട്ടെ. അതായത് ഈ ഫിലിപ്പ്, ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, പരാതി കൊടുത്ത പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഈ സൈനൈഡ് സാധനമൊക്കെ കാണിച്ച് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ക്യാഷ് ഓഫർ ചെയ്യുന്നതിൻ്റെ ഒക്കെ തെളിവുകൾ ഉണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം ഇത്രയും പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് പുറത്ത് വിട്ടത് കൊണ്ട് തന്നെ ഞാൻ തള്ളി പറയില്ല ഒരിക്കലും ഇദ്ദേഹത്തെ. അദ്ദേഹം ആ തെളിവും കൂടെ ഒന്ന് പുറത്ത് വിട്ട, ഫിലിപ്പ് ആ വീട്ടിൽ, ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് കാശ് ഓഫർ ചെയ്യുന്ന തെളിവ് പുറത്ത് വന്നാൽ, അധികം വൈകാതെ അത് ഇദ്ദേഹം തന്നെ പുറത്തു വിടുമെന്നാണ് പറയുന്നത്. ഇദ്ദേഹം പുറത്ത് വിട്ടാൽ മോനെ ഇവിടെ ഇരുന്ന് ഈ ഇരിപ്പിൽ തന്നെ ഞാൻ ഫിലിപ്പിനെ വലിച്ചു കയറും, അത് ഉറപ്പാ. പക്ഷെ അതുവരെ, ആ പോയിന്റ് വരെ ഞാൻ കല്ല് ഇവിടെ താഴെ കിടപ്പുണ്ട്, പക്ഷെ ഞാൻ എറിയത്തില്ല. തെളിവ് പ്രോപ്പറായിട്ട് വരട്ടെ, മനസ്സിലായോ? എന്നിട്ട് പിന്നെ കോടതി പിന്നെ തീരുമാനിക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് പ്രോപ്പറായിട്ട് തെളിവ് പബ്ലിക്കിന്റെ മുമ്പിൽ എത്തുകയാണെങ്കിൽ നമ്മളത് എടുക്കും. എന്നിട്ട് താഴെ കിടക്കുന്ന കല്ലെടുത്ത് അവനെ വലിച്ചെറിയാം. ഒരു മടിയും കാണിക്കത്തില്ല അതിന്. എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞ ദിവസം ചോദിച്ചു കണക്ക്, നിനക്ക് എത്ര പൈസ കിട്ടിയടാ? എനിക്ക് അങ്ങനെ, നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അവൻ എനിക്ക് പൈസ തന്നിട്ട് ഞാൻ അവനിട്ട് എൻ്റെ പൊന്നെ, അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. അത്യാവശ്യം ഇതിനകത്തുനിന്ന് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടേ, മനസ്സിലായോ? പിന്നെ ഇതുപോലെ ഒരുത്തരെ ഒന്നും അവൻ്റെ കേസ് എന്താണെന്ന് നിങ്ങൾ നോക്ക്. ഇതിനൊക്കെ പോയി കാശ് മേടിച്ചിട്ട് പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട്, ഇപ്പോഴും ഞാൻ ആ അഭിപ്രായത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. കല്ല് താഴെ കിടപ്പുണ്ട്, എറിയത്തില്ല അവനെ, തെളിവ് വരട്ടെ അതിനും കൂടെ. ഈ സ്ത്രീയെ കഴിഞ്ഞ ദിവസം അവരുടെ കരച്ചിൽ കണ്ട് ഇമോഷണലി എനിക്ക് ഒരുപാട് സങ്കടം തോന്നി ഞാൻ സംസാരിച്ച ഒരാളാണ് ഞാൻ ഇന്ന് ഇത്രയും പറയണമെങ്കിലോ, അവർക്കെതിരെ പ്രോപ്പറായിട്ടുള്ള തെളിവ്, അവരുടെ കൂടെ ഇപ്പൊ താമസിക്കുന്ന ആൾ തന്നെ ഇത് പറയുമ്പോൾ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. തെളിവായി അറിയാൻ പിടിച്ച് ആ ഞാൻ അറിയും, ബാക്കി കേക്ക്. നല്ല മനസ്സാണല്ലോ ചേട്ടൻ്റെ. ഇങ്ങനെയൊക്കെ പോയിട്ടും ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെങ്കിൽ നല്ല മനുഷ്യനാണ്. ആ ചേച്ചി നല്ല മനുഷ്യനാണ്. കാരണം പറഞ്ഞല്ലോ, ഭർത്താവ് എന്നുള്ളതിനപ്പുറം പിള്ളേരുടെ അച്ഛൻ എന്നുള്ളൊരു സ്നേഹം കൊണ്ടായിരിക്കും ആ ചേച്ചിയും പോയത് അല്ലേ? തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ് അവരില്ല. കാരണം എനിക്കറിയാവുന്നതാണ് അവർ തമ്മിലുള്ള ബന്ധങ്ങളും അകലച്ചകളും എനിക്കറിയാവുന്നതാണ്. ഞാനൊക്കെ നമ്മളെയൊന്ന് പോലീസ് പിടിച്ചപ്പോൾ ആദ്യമായി വന്നില്ല ചേട്ടാ, അതിന്റെ ഒരു വിഷമമുണ്ട്. നല്ലൊരു സ്ത്രീയാണ്. അതാണ് പറഞ്ഞത്, നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മളൊക്കെ ജയിലിൽ പോയി കിടക്കാൻ പോയപ്പോൾ ആരും വന്നില്ല വെറുതെ നമ്മുടെ. പക്ഷെ വേറെ ഉള്ളത് പറയുള്ളൂ, ഇപ്പോൾ ഉള്ള ഭാര്യയും പെങ്ങളും ഒക്കെ വന്നായിരുന്നു. ആദ്യ ഭാര്യ വിളിച്ചു പോലും ചോദിച്ചില്ല. പക്ഷെ ഈ ചേച്ചി അങ്ങനെയുള്ളവർക്ക് ഒരു മാതൃകയാണ് ഈ ചേച്ചി ഇല്ല ചേട്ടാ? അപ്പൊ ഇപ്പൊ ചേച്ചി പോയപ്പോ പശുവിനെ ആടിനെയും കോഴിനെയൊക്കെ ആരും നോക്കും? ചേട്ടനാണോ നോക്കുന്നത്? അവിടെ ഉള്ളവർ പറഞ്ഞപ്പോ ചേട്ടൻ ഭയങ്കര പശു പരിപാടിയാന്നൊക്കെ പറഞ്ഞിട്ട്, ശരിയാണോ? ഇനിയിപ്പോ പുള്ളിയുടെ റിമാൻഡ് കഴിഞ്ഞൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ചേട്ടൻ പശു തൊഴുത്തിലോട്ട് കിടപ്പ് കാട്ടേണ്ടി വരും. അയ്യോ അങ്ങനെയാണോ? അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മൾ വേറെ തന്നെ ഒരു 10-16 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ഒരു ഇൻസിഡന്റ് ആകുമ്പോൾ ഇവരിങ്ങനെ കള്ളം പറയുമ്പോൾ ആ കൊച്ചിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഒന്നില്ലെങ്കിലും എന്റെ മകളാകാൻ പ്രായമുള്ള ഒരു കൊച്ചാ. കറക്റ്റ്, അതേ ഉള്ളൂ. അത് പോട്ടെ, സാറില്ല. ഞാനിതൊന്ന് വേറെ നമ്മുടെ മലയാളികളല്ലേ ചില രണ്ട് കാരണം എന്താ വെച്ചാൽ, ഒന്ന് ആ സ്ത്രീ എന്റെ കൂടെ നിൽക്കുന്നതാണ്. ഞങ്ങൾ ഇവിടെ വളരെ സന്തോഷമായിട്ട് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എന്ന രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് നല്ല റെസ്റ്റോറന്റുകളിൽ പോയി ഭക്ഷണം കഴിക്കും, റിലാക്സ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞങ്ങൾ ഈ നാട്ടിലുള്ള ഏകദേശം വയനാട്, കോഴിക്കോട് ജില്ലയുള്ള എല്ലാവരും ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ അറിയാം.
ഒരു നല്ല നല്ല റെസ്റ്റോറൻറ്റിലല്ല ഞങ്ങൾ നല്ലോണം ഫുഡ് കഴിക്കുക. കുഴപ്പമില്ലെന്ന് ചേച്ചി തിരിച്ചു വരും. ഫിലിപ്പ് സാർ ഇറങ്ങി കഴിയുമ്പോൾ ഇറങ്ങിയാലല്ലേ ചേച്ചി കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകുന്നുള്ളൂ. കാര്യമൊക്കെ ചേച്ചിക്ക് മനസ്സിലായിക്കോളും. വരുവായില്ലെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ പോയതാണ്. അങ്ങനെ അവര് തിരിച്ച് ചെല്ലുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എന്തിനു വേണ്ടി ഡിവേഴ്സായി 3-4 വർഷമായിട്ട് അവർ വേറൊരാളുടെ കൂടെ. അവർക്ക് ഈ ഫിലിപ്പിനെ പറ്റി അറിയാമായിരിക്കും അത്യാവശ്യം നന്നായിട്ട്. ഫിലിപ്പിൻ്റെ ഈ ഒരു ശരിക്കും അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഇവർക്ക് അറിയാമായിരിക്കും. എന്നിട്ടും ഇവർ തിരിച്ച് ചെല്ലണമെങ്കിൽ അത് ഫിലിപ്പിൻ്റെ കാശ് കണ്ടിട്ടായിരിക്കത്തില്ലേ? ഫിലിപ്പിൻ്റെ കാശ് കണ്ടിട്ടായിരിക്കത്തില്ലേ? അല്ലാതെ വെറുതെ അങ്ങോട്ട് ഡിവേഴ്സായി ഇത്രയും, അതും അവൻ ഒരുപാട് വലിയ ക്രൂരനായിരുന്നു, മറ്റേതായിരുന്നു മറിച്ചതായിരുന്നു, ഇങ്ങനെ പല കഥകളും നമ്മളും കേട്ടിട്ടുണ്ടേ. അങ്ങനെ ഒരുത്തനായിരുന്നു അവനെങ്കിൽ, ഞാൻ പറയുന്നില്ല അങ്ങനെയാണെന്ന് എനിക്ക് ഉറച്ചു പറയാനായിട്ട് തെളിവുകളില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരുത്തനായിരുന്നെങ്കിൽ അവന് വേണ്ടി ഇവർ വെറുതെ അങ്ങോട്ട് മക്കൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുമോ? കൂടാതെ വേറെയും കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. ഇവര് പോയപ്പം അത്യാവശ്യം നല്ല കാശും മേടിച്ച്, ഫിലിപ്പിൻ്റേത് നല്ല കാശും മേടിച്ചാ പോയത്. പിടികിട്ടിയോ? അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്നേഹത്തിൻ്റെ പേരിലൊക്കെ തിരിച്ചു ചെന്നു വിശ്വസിക്കാൻ ഇച്ചിരി പാടാ. പിന്നെ ഫിലിപ്പ് എന്തുകൊണ്ട്, ഫിലിപ്പ് ഇപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്കറിയില്ല. ഇനി ഇങ്ങനെയുള്ള പരിപാടി, കുൽസിത പരിപാടികൾ ഇവൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എന്നിനിപ്പം നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഭാര്യയെ കണ്ടല്ലോ, പിന്നെ ഡിവേഴ്സും മേടിച്ചാണ് പോയത്. പക്ഷേ അവരുടെ കള്ളം പറച്ചിൽ കേൾക്കുമ്പോൾ എന്തൊക്കെയോ എനിക്ക് ഒരു കുറച്ചുകൂടെ കിഴിഞ്ഞു പോകാൻ തോന്നുന്നു. പ്രത്യേകിച്ചും ഒരു ചാനലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കരയുക, അവരുടെ ആ ഒരു ഇമോഷണൽ സാധനങ്ങൾ. മറ്റൊരു ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? എല്ലാ കുടുംബത്തിലും കാണില്ലേ, നിങ്ങളുടെ കുടുംബത്തിലും. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ശരിയാണല്ലോ ഇവർ പറയുന്നത് എന്നൊരു നിമിഷം. അതെ, സത്യമാണത്, എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവർ പറഞ്ഞത് ചെറിയ പ്രശ്നങ്ങളാണ്. ഞാൻ ബിസിനസ്സിന്റെ കാര്യത്തിന് വേണ്ടി പോകുന്നതാണ്, ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാണ് താമസിക്കും. ഇവരെ പോലുള്ളവരുണ്ടല്ലോ, ഇവരെ പോലുള്ളവരാണ് സ്ത്രീകളുടെ വില ഇല്ലാതാക്കുന്നത്. സ്ത്രീകളോടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഒരു സ്ത്രീ കരയുമ്പോഴത്തേക്ക് അയ്യോ, എനിക്ക് പേഴ്സണലി ഇച്ചിരി പാവം തോന്നാറുണ്ട്. ഇനി ഇല്ല, ഇവരെ പോലുള്ളവരാണ് ഇത് ഇല്ലാതാക്കുന്നത്. കണ്ടല്ലോ നിങ്ങൾ, എങ്ങനെ നമ്പും? എങ്ങനെ നമ്പും ആ പാവം മനുഷ്യന്റെ ഒരു അവസ്ഥ? ഇപ്പം നിങ്ങൾ ആ കേട്ടില്ലേ, ഇവരെ ഇപ്പം രണ്ടാമത് ഇവർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്, ആ ചേട്ടൻ്റെ ഒരു അവസ്ഥ. അതാണ് ഇപ്പം സങ്കടം തോന്നുന്നത്. പിന്നെ ആ പെൺകുട്ടി, ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതാണ്, അതിന് നീതി കിട്ടണം. പിന്നെ ഇടയ്ക്ക് എനിക്ക് എവിടെയോ തോന്നിയിട്ടുണ്ടായിരുന്നു, ഇനി ആരെങ്കിലും ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഇതിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണോ? ചില റൈറ്റിങ്സ് ഒക്കെ പുറത്തു വന്നപ്പോൾ, ചില എഴുത്തുകൾ അവരുടെ ഭാഗത്തുനിന്ന് അവരൊന്നും പറഞ്ഞിട്ടില്ല. ചില ഓരോ ആൾക്കാർ എഴുതി വിട്ട കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക്, അതാ ഞാൻ പറഞ്ഞ പല കഥകൾ കേൾക്കുന്നുണ്ട്. തെളിവുകളുടെ ഇതുപോലെ ഓരോന്ന് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ച് അങ്ങോട്ട് കൊടുക്കാം. ഇതിപ്പം പുള്ളിയുടെ വൈഫിനെ, പുള്ളിയെ ജാമ്യത്തിൽ ഇറക്കാൻ നിന്നവർക്കുള്ള സാധനമാണ്. അത് നമ്മൾ അങ്ങോട്ട് വൃത്തിക്ക് അങ്ങോട്ട് കീറി വിടും, ഒരു മടിയും കാണിക്കത്തില്ല അതിനകത്ത്. ഇനി അതുപോലെ ഞാൻ പറയുന്നത് ഫിലിപ്പിനെതിരെ വരട്ടെ. ഇപ്പം ഞാൻ കേട്ടല്ലോ, ഞാൻ കേൾപ്പിച്ചല്ലോ നിങ്ങളെ, ഒരു യൂട്യൂബ് ചാനലിൽ ആ വ്യക്തിയായിട്ട് സംസാരിക്കുന്ന ആ ഒരു യൂട്യൂബർ, അയാൾ പറയുന്നുണ്ട് അയാളുടെ കയ്യിൽ ഇനിയും തെളിവുണ്ട്. ഫിലിപ്പ് ആ വീട്ടിൽ ചെന്നതിനും ഓഫർ ചെയ്തതിനും പൈസ ഓഫർ ചെയ്തതിനും ഒക്കെ. വരട്ടെ, അതും കൂടെ ഒന്ന് പുറത്ത് വരട്ടെ. അത് പുറത്ത് വന്നിട്ട് ഞാൻ ഫിലിപ്പിനുള്ളത് അത് വേറെ കൊടുക്കാം, മനസ്സിലായോ? പിന്നെ ആദ്യ വീഡിയോയിലും രണ്ടാം വീഡിയോയിലും ഈ വീഡിയോയിലും ഒരു കാര്യം മാത്രം ഞാൻ പറയാം. കൊച്ചു പിള്ളേരെ, പ്രത്യേകിച്ച് കൊച്ചെന്നല്ല, ഒരു 16-17 വയസ്സുള്ള പിള്ളേരെ ഒന്നും ഒരിക്കലും ഈ കൗൺസിലർമാരുടെ അടുക്കലൊന്നും കൊണ്ട് തള്ളരുത്, ഒരുത്തൻ്റെ അടുക്കലും. ഇന്ന് സ്വന്തം കുടുംബത്ത് തന്നെ ചേട്ടൻ അനിയത്തിയെ അപ്പുറത്തെ കസിൻ ബ്രദർ, ഇങ്ങനെയുള്ള പലതും കാണുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തിനാ, സ്വന്തം തന്ത വരെ കേൾക്കുന്നുണ്ടല്ലോ പലതും. അതുകൊണ്ട് തന്നെ അന്യൻ്റെ അടുക്കലൊന്നും മക്കളെ കൊണ്ട് വിടരുത്. ഇതും പറഞ്ഞുകൊണ്ട് തന്നെ ഇനി ഞാൻ ഈ പറഞ്ഞ യൂട്യൂബർ ഉണ്ടല്ലോ, ഈ വോയിസ് പുറത്ത് വിട്ട ആ ലേഡിയുടെ ഇപ്പൊ കൂടുള്ള വ്യക്തിയോട് സംസാരിച്ച ആ യൂട്യൂബറിനെ കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇവിടെ കാണിക്കാം. അയാൾ കുറച്ച് കാര്യങ്ങളും കുറച്ച് തെളിവുകളും കാണിക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടോ. അതല്ല, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന എവിടെയാണെന്നും നിങ്ങൾ പേര് മാറ്റി ഡോളി എന്ന പേരിൽ നിന്ന് ഇസാ ജോസഫ് എന്നിലോട്ട് നിങ്ങൾ പരമായ പ്രവേശം നടത്തിയപ്പോൾ നിങ്ങൾ ചതിച്ച ഒരാൾ കൂടി ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ലിവിങ് ടുഗദർ പാർട്ട്ണർ, അയാൾ എവിടെയാണ്, എന്താണ് കാര്യങ്ങളെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. തെളിവുണ്ട്. അയാളോട് സംസാരിച്ചത് വരെ വേണമെങ്കിൽ ഇവിടെ കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ പേര് മാറ്റിയ ഡീറ്റെയിൽ കാര്യങ്ങൾക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ് ഞാനൊന്ന് പരിശോധിച്ചായിരുന്നു ചേച്ചി. ആധാർ കാർഡിൽ പണ്ട് നിങ്ങൾ ആയിരുന്നു ഡോളി,
അത് നിങ്ങളുടെ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന അഡ്രസ്സ് കെയർ ഓഫ് റെജി സെബാസ്റ്റ്യൻ, കുരിശുകുന്നേൽ, അടിവാരം. ഈ അഡ്രസ്സ് കറക്റ്റാണോ ചേച്ചി? അപ്പോൾ ഇതനുസരിച്ച് ചേച്ചി നിങ്ങൾ പറയുന്നത് ഒരു വലിയ കള്ളമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ 23 കൊല്ലമായിട്ട് ഒരേ വീട്ടിൽ സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന നിങ്ങളുടെ ഫിലിപ്പേട്ടൻ്റെ കൂടെയാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ OP നമ്പർ 743/2024 നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോടതിയിലെ മൊഴി പ്രകാരം 22/8/2020 മുതൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞു താമസിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡിവോഴ്സ് ആണ് ഈ ഇരിക്കുന്ന പേപ്പർ. കണ്ടില്ലെങ്കിൽ ഒന്ന് കാണിച്ച്, ഇതാണ് നിങ്ങളുടെ ഡിവോഴ്സ്. ഇതും തലതിരിഞ്ഞായിരിക്കും കാണുന്നത്. കുഴപ്പമില്ല, ചേച്ചിക്കെങ്കിലും അറിയാമല്ലോ. ഒന്നുണ്ടേ, ഇത് നിങ്ങളുടെ തന്നെ ഡിവോഴ്സ് ആണല്ലോ. ഇതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പിരിയാനുള്ള കാരണവും സ്വമേധ. ഡിവോഴ്സ് പേപ്പർ കാണിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ വലിയ തെളിവൊന്നും വേണ്ട അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ. കാരണം ഡിവോഴ്സ് എങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡിവോഴ്സ്, ഒരു ഭാര്യയും ഭർത്താവും ഡിവോഴ്സായി അവർ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും അവർ തിരിച്ച് ഒന്നിച്ച് വന്ന് വീണ്ടും താമസിക്കുന്നതൊക്കെ. പക്ഷെ ഇവിടെ ഡിവോഴ്സ് ആയതിനു ശേഷം അവർ വേറെ സ്ഥലത്തായിരുന്നു, അവർ വയനാട്ടിലായിരുന്നു. അവർ ആരുടെ കൂടെയാണോ ഉണ്ടായിരുന്നത് ആ വ്യക്തിയുടെ പേരിലുള്ള അഡ്രസ്സിലാണ് അവരുടെയും ആധാർ കാർഡും ഒക്കെ കിടക്കുന്ന അവർ താമസിക്കുന്നത്. അതിന് ആ വ്യക്തി തന്നെ വന്ന് കാര്യങ്ങളും പറയുന്നുണ്ട്. കൂടാതെ ഡിവോഴ്സ് പേപ്പർ ഈ കഴിഞ്ഞ ദിവസം ചാനലിനോട് സംസാരിച്ചപ്പോൾ ഈ അമ്മയും മോളുടെയും കൂടെ ഒരു വക്കീലുണ്ടായിരുന്നു. എൻ്റെ പൊന്നു വക്കീലേ, താനിതൊന്നും തിരക്കിയില്ലേ? തനിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? തനിക്ക് കാശ് കിട്ടി, തൻ്റെ ആരാണോ തനിക്ക് പൈസ തരുന്നത് അവരെ രക്ഷപ്പെടുത്തി എടുക്കുക, അതിനുവേണ്ടി എന്തും കാണിക്കുക, എന്തും പറയിപ്പിക്കുക. ചിലപ്പോൾ താനൊക്കെ തന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ചതായിരിക്കാം ഈ സ്ത്രീയെ. എന്താണെങ്കിലും കീറിയപ്പോൾ അവരുടെ കീറിയേ, നല്ല വൃത്തിക്ക് കീറിയേ. ഒന്ന് തിരക്കണ്ടായിരുന്നോ ഇവർ എവിടെയാണ്, ഇവരാരുടെ കൂടെയാണിപ്പോൾ? ഒരുത്തൻ്റെ കൂടെ 4 വർഷമായിട്ടുണ്ട്, അവൻ്റെ കൂടെ പലയിടത്തും പോകുന്നുണ്ട്, ആൾക്കാരൊക്കെ കാണത്തില്ലേ, സംസാരിക്കത്തില്ലേ? വക്കീൽ ഇത്രയും പൊട്ടനായിരുന്നോ വക്കീലേ? ബാക്കി നിങ്ങളെടുത്ത തീരുമാനങ്ങളും എല്ലാം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെ ഒരു വലിയ കള്ളം നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനോടുള്ള സ്നേഹമാണോ, അതോ അയാൾ ഉണ്ടാക്കി സമ്പാദിച്ചിട്ടിരിക്കുന്ന സ്വത്ത് ഇനി അയാൾ അകത്ത് കിടക്കുമ്പോൾ അത് അടിച്ചു മാറ്റാൻ വേണ്ടി? കാരണം നിങ്ങൾ നിയമപരമായ വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ നല്ലൊരു തുക ഇദ്ദേഹത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഇത് ചെയ്തതെന്നും തെളിവുകൾ കയ്യിലുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമല്ല. കാരണം ഡിവോഴ്സ് എല്ലാവരും ചെയ്യും, ഞാനും ഒരെണ്ണം ചെയ്ത് ചേച്ചി, അതുകൊണ്ട് അത് പ്രശ്നമേ അല്ല. നമ്മുടെ സന്തോഷമാണ് ഏറ്റവും വലുത്. നമ്മൾ പക്ഷേ അത് കഴിഞ്ഞ ഒരാളൂടെ ജീവിക്കുമ്പോൾ അവരുടെ സന്തോഷം നമ്മൾ നോക്കണം. അതിന് പകരം വീണ്ടും പഴയ ആൾക്കാരോട് സ്നേഹം, കൊച്ചിൻ്റെ അച്ഛൻ, വല്യപ്പച്ചൻ എന്നൊക്കെ പറഞ്ഞ് ഓടുമ്പം അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും ഞാനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. തിരിച്ചു പോകാം. പക്ഷെ ഇവിടെ ഇവര് തിരിച്ചു പോകേണ്ട കാര്യം അത് ഈ വ്യക്തി പറഞ്ഞതുപോലെ പൈസയാണോ എന്നൊരു സംശയം എനിക്കിപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് ഇത്രയും ഉടായ്പകൾ ഇവരുടെ ഭാഗത്തുനിന്ന് നടന്ന സ്ഥിതിക്ക് സംശയിക്കാം. ഇല്ലെങ്കിൽ ഞാൻ സംശയിക്കത്തില്ലായിരുന്നു ഇപ്പോൾ. കാരണം അത് നോർമലാണ്. അവർ ആദ്യമേ കല്യാണം കഴിച്ചു, അതിൽ പിള്ളേരുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ പിള്ളേരുടെ അച്ഛൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചെല്ലുവടെ, മനസ്സിലായോ? അത് വിടാനായിട്ടുള്ളൊരു മനസ്സ് ഇപ്പം രണ്ടാമത്തെ ആ ഒരു വ്യക്തി, ഇവർ ആരുടെ കൂടെയാണോ ഉള്ളത്, നമ്മൾ അത് നേരത്തെ കേട്ട ആ ശബ്ദത്തിന് ഉടമ നല്ലൊരു വ്യക്തിയായിട്ട് തോന്നുന്നു ഒച്ച കേട്ടിട്ട് മാത്രം കേട്ടോ. 100% ഞാൻ ഒപ്പിട്ടൊന്നും തരുന്നില്ല. കാരണം ഇപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാലങ്ങളെ ഈ കാലഘട്ടത്തിലെ പലതും, അതുകൊണ്ട് തന്നെ അങ്ങനൊന്നും പറയുന്നില്ല. പക്ഷെ എന്താണെങ്കിലും ഒരു നല്ല മനുഷ്യനായിട്ട് തോന്നുന്നു. അയാൾ പറഞ്ഞു വിടുകയും ചെയ്യും, പോയി, തെറ്റില്ല. പക്ഷെ ഇവര് ഈ കള്ളങ്ങൾ അവർക്ക് പറയായിരുന്നല്ലോ, ചാനലിന്റെ ഫ്രണ്ടിൽ പറയായിരുന്നു ഞാനിപ്പോൾ കൂടില്ല, ഞാൻ ഡിവോഴ്സ്ഡ് ആയിട്ട് വേറൊരിടത്താണ് എന്നൊക്കെ ഇവർക്ക് പറയായിരുന്നു. പക്ഷെ ഇവരതെല്ലാം മറച്ചു വെച്ച് ഈ കഥ പറയേണ്ട കാര്യം സംതിങ് എ ഫിഷി. അവർക്കും എന്തെങ്കിലുമൊക്കെ നേട്ടം കാണും. ബാക്കി കേട്ടോ. ചേച്ചി പറയുന്ന ചേച്ചിയുടെ ആധാറിലുള്ള ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം, എന്താ സംഭവം ഇല്ലേ? ഒന്ന് കേട്ടിട്ട് വരാം. ഹലോ, റൈച്ചേട്ടാണോ? ചേട്ടാ നമസ്കാരം, എൻ്റെ പേര് ജെറിനാണ്. ഞാൻ വിളിച്ചു വരുന്നല്ല, ഞാൻ വിളിക്കുന്നത് നമ്മൾ കൊച്ചിയിൽ നിന്നാണ് കേട്ടോ, കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ വിളിച്ചു വരുന്നില്ല ചേട്ടാ. നമ്മുടെ ആ ഫിലിപ്പ് സാറിന്റെ വൈഫിനെ ഒരു 3-4 കൊല്ലമായിട്ട് നിങ്ങളുടെ കൂടെയല്ലേ താമസിക്കുന്നത്? എന്റെ കൂടെയാണ്, ഞങ്ങള് ലിവിംഗ് ടുഗദറായിട്ട് കഴിയുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ ഡിവോഴ്സ് ആയ സ്ത്രീ അല്ലേ 2020? അതെ, ഡിവോഴ്സ് ആണ് അവര്. അതുകൊണ്ടാണ് എന്റെ കൂടെ നിർത്തിയാണ്. ഓഹോ, ഡിവോഴ്സിന് മുമ്പ് നിർത്തിയാണോ ഡിവോഴ്സ് കഴിഞ്ഞ് നിർത്തിയാണോ അവരെ? ഡിവോഴ്സിന് ശേഷമാണ്. ഡിവോഴ്സിന് മുമ്പ് 4 കൊല്ലം എന്റെ കൂടെ. കേട്ടല്ലോ, ഡിവോഴ്സിന് ശേഷമാണ് ആ വ്യക്തിയായിട്ട്. കൂടുതൽ ഇനി ഒന്നും പറയണ്ടല്ലോ. ചേച്ചി നല്ല ഒന്നാന്തരം ഒരു കള്ളിയാണെന്ന് മനസ്സിലായി, എടുത്തങ്ങോട്ട് മാറ്റി വെക്കുക.
ഇനി ഫിലിപ്പച്ചായനെതിരെയുള്ള തെളിവുകൾ ഈ വ്യക്തി തന്നെ ഒരുപാടുണ്ട് കേട്ടോ, 10-13 മിനിറ്റ് ഉണ്ട്, എല്ലാം കൂടെ ഞാനിവിടെ കുത്തി കയറ്റുന്നില്ല. പുള്ളി പറയുന്ന ഒരു കാര്യമാണ്, ഈ ഫിലിപ്പ് ആ പരാതിക്കാരിയുടെ വീട്ടിൽ ചെന്ന് പൈസ ഓഫർ ചെയ്തിട്ടുണ്ട്, അതിന് തെളിവുണ്ടെന്ന്. അതും കൂടെ ഇങ്ങോട്ട് വന്നാട്ടെ, അതും കൂടെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഫിലിപ്പച്ചായനുള്ള കൊടുക്കാം. അതല്ലാതെ ഞാൻ പുള്ളിയെ തൊടുന്നില്ല, അവിടെ ഇരിക്കട്ടെ. പക്ഷെ പുള്ളിക്ക് വേണ്ടി വന്ന ഭാര്യയുടെ കണ്ടല്ലോ എല്ലാവരും, അത്രയേ ഉള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ പറഞ്ഞ മുഴുവൻ എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.